രണ്ട് മന്ത്രിമാർ രാജിവെച്ചിരിക്കുകയാണ്. ഇന്ന് ഞായറാഴ്ചത്തെ രാവിലത്തെ വാർത്ത നോക്കിക്കഴിഞ്ഞാൽ ആന്റണി രാജുവും നമ്മുടെ അഹമ്മദ് ദേവർകോവിലും രാജിവെച്ചു. മന്ത്രിസഭയിൽ വളരെ പ്രമുഖരായിട്ടുള്ള മന്ത്രിമാരല്ല, എന്നാലും മന്ത്രിമാരാണ്. ഈ LDF മുന്നണിയിലുള്ള രണ്ട് ഘടകകക്ഷികളാണ്. ഇപ്പം ആന്റണി രാജു ആണെങ്കിലും നമ്മുടെ അഹമ്മദ് ദേവർകോവിലാണെങ്കിലും അവരാണ് രാജിവെച്ചിരിക്കുന്നത്. അങ്ങോട്ട് KB ഗണേഷ് കുമാറും കടന്നപ്പള്ളി രാമചന്ദ്രനും കടന്നു വരികയാണ് അല്ലേ? കാരണം അതിനകത്തൊരു കാര്യമുണ്ട്. INL MLA ആയിട്ട് ഒരു മന്ത്രിസ്ഥാനം ഒരു കൊടുക്കാനുള്ളൊരു മനസ്സ് LDF കാണിച്ചു ഇപ്രാവശ്യം. അപ്പോൾ രണ്ടും പറഞ്ഞ പോലെ കാര്യപ്പെട്ട വകുപ്പുകളല്ല, എന്നാലും ഇനി വരാനുള്ള രണ്ട് ഘടകകക്ഷികൾക്കും കൂടെ അവസരം നൽകുന്നു. ഇതിപ്പോൾ ആന്റണി രാജു തിരുവനന്തപുരത്ത് മത്സരിക്കുമ്പോൾ ജയിക്കുമെന്ന് പോലും ആന്റണി രാജുവിന് പ്രതീക്ഷയില്ലായിരുന്നു. ജയിച്ചു കഴിഞ്ഞപ്പോൾ മന്ത്രിയാവുമെന്ന് പോലും പ്രതീക്ഷയില്ലായിരുന്നു. അങ്ങനെ പെട്ടെന്ന് കിട്ടിയൊരു ഭാഗ്യമായിരുന്നു. കിട്ടിയത് KSRTC ഇപ്പോഴും വാർത്തകൾ നിറഞ്ഞു നിൽക്കുമെങ്കിലും ആന്റണി രാജു പടിയിറങ്ങുമ്പോൾ മുഴുവൻ ശമ്പളവും കൊടുത്തിട്ടാണ് പടിയിറങ്ങുന്നത് എന്നുള്ളൊരു. അതെ, ക്രിസ്മസിന് ഒരിക്കലും ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടാവില്ല KSRTCയുടെ സ്വഭാവം വെച്ചിട്ട്. അത് ഈ അടുത്ത കാലത്താണ് കേട്ടോ. അതിന് മുമ്പൊക്കെ KSRTCക്ക് എല്ലാ ബോണസും സാധാരണ ഗവൺമെന്റ് ഉദ്യോഗസ്ഥർക്ക് കിട്ടുന്ന എല്ലാ ആനുകൂല്യങ്ങളും കിട്ടിക്കൊണ്ടുള്ള ഫെസ്റ്റിവൽ സീസണിൽ കിട്ടിക്കൊണ്ടിരിക്കുന്ന അത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പൊ അധികം ആന്റണി രാജുവിനെ ധനരാജ് വെള്ളം തയ്ക്കുകയാണെങ്കിൽ എനിക്കതിനെ അങ്ങനെയല്ല ഉദ്ദേശിച്ചല്ല. നമ്മൾ കണ്ടതാണല്ലോ, ശമ്പളം കിട്ടിയിട്ട് 30 ദിവസം ആയെന്നും പറഞ്ഞ് ഫോട്ടോ ഇട്ട് ജോലി ചെയ്യുന്ന വനിതാ കണ്ടക്ടറൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടല്ലോ. ഓക്കെ, ഞാനിപ്പോൾ പെട്ടെന്നൊരു ഫേസ്ബുക്ക് പോസ്റ്റ് നമ്മുടെ ശങ്കുട്ടി ദാസാണ്. യാത്ര തിരുവനന്തപുരത്ത് എത്തുമ്പോൾ രാജിവെക്കാനായിരുന്നു പരിപാടി എങ്കിൽ പിന്നെ അഹമ്മദ് ദേവർകോവിലിനെയും ആന്റണി രാജുവിനെയും വെറുതെ എന്തിനാണ് മഞ്ചേശ്വരം മുതൽ നെയ്യാറ്റിൻകര വരെ കൊണ്ടു നടന്ന് അണ്ടിപ്പരിപ്പും ബദാമും കരിമീനും മട്ടൻ മപ്പാസും ഒക്കെ തീറ്റിച്ചത്? യാത്രയിലുടനീളം ഇവരെ കൂടിയിരുന്ന് ബ്രേക്ക്ഫാസ്റ്റ് ലഞ്ച് കഴിച്ചു വകുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ചർച്ച നടത്തുകയും പദ്ധതികൾ അവതരിപ്പിക്കുകയും നിർദ്ദേശങ്ങൾ സമർപ്പിക്കുകയും ചെയ്ത പൗരപ്രമുഖർ ഇപ്പോൾ ആരായി? ഒരു ചോദ്യമാണ്. ഏതെന്തായാലും കേരളത്തിൻ്റെ ചരിത്രത്തിൽ അവസാനത്തെ വാക്കുകളാണ്. ഇതെന്തായാലും കേരളത്തിൻ്റെ ചരിത്രത്തിലെ ഏറ്റവും വലുതും ദൈർഘ്യമേറിയതും ചിലവേറിയതുമായ സെൻഡ് ഓഫ് പാർട്ടി ആയിപ്പോയി. ശരിയല്ലേ? യാത്ര തിരിച്ചു വന്ന് 24-ാം തീയതി ഇവർ രാജിവെക്കുന്നുള്ളത് ഈ പാർട്ടിക്കും ഈ മുന്നണിക്കും ഒക്കെ അറിയായിരുന്നു. അതെ. അപ്പോൾ ഇവർക്ക് കിട്ടിയൊരു ബോണസാണ് ശരിക്കും യാത്ര. നല്ല ഫുഡ്, 36 ദിവസം ഫുഡ് കഴിക്കാൻ കേരളം മുഴുവൻ കാണാൻ സാധിക്കും. ഒരു രാഷ്ട്രീയ പ്രവർത്തകർ എന്നുള്ള നിലയ്ക്ക് ഇവർക്ക് കാണാൻ സാധിച്ചു എന്നുള്ളതാണ്. യാത്ര മണ്ഡലങ്ങളിലും സന്ദർശിക്കാൻ പറ്റി. പിന്നെ ഇതിൽ പറഞ്ഞിരിക്കുന്ന മറ്റൊരു കാര്യം, ഈ പൗരപ്രമുഖരായിട്ടുള്ള പലരും ഇവരോട് നിർദ്ദേശം മലപ്പുറം സൈഡിലൂടെയും മലബാർ സൈഡിലൂടെയൊക്കെ വരുമ്പോൾ അഹമ്മദ് ദേവർകോവിലിന് ഒരുപാട് നിർദ്ദേശങ്ങൾ വന്നിട്ടുണ്ടാവും. കേരളത്തിന്റെ അങ്ങേറ്റം മുതൽ തിരുവനന്തപുരം വരെ ഓടുന്ന സാധനമാണ് ആനവണ്ടി. KSRTC എന്ന് പറയാനാവാത്ത മലയാളികൾ വളരെ വിരളമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു മന്ത്രിസഭ നേരിട്ട് ഒരു ക്യാബിനറ്റ് ജനങ്ങളിലേക്ക് എത്തുമ്പോൾ അവര് ഒരുപാട് നിർദ്ദേശങ്ങളും അവരുടെ ആവശ്യങ്ങളും ഒക്കെ ബസ്സുമായിട്ട് ബന്ധപ്പെട്ട് എന്തായാലും കൊടുത്തിട്ടുണ്ടാവും. അഹമ്മദ് ദേവർകോവിൽ അത്ര ഒന്നും അറിയില്ല, പക്ഷെ ആന്റണി രാജുവിന് ഒരുപാട് നിർദ്ദേശങ്ങൾ എല്ലാ ഭാഗത്തുനിന്നും കിട്ടിയിട്ടുണ്ടാവും. ഓക്കെ, KSRTC മന്ത്രി ഇനി അടുത്ത് ആരാവുന്നതാണ് പിന്നെ നമ്മൾ നോക്കി കാണേണ്ടത് അല്ലേ? അതെ. KB ഗണേഷ് കുമാറും കടന്നപ്പള്ളി രാമചന്ദ്രനുമാണ് വരാൻ പോകുന്നത്. രണ്ടുപേര് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള മന്ത്രിമാരാണ്. കാരണം ഇതിനു മുമ്പുള്ള മന്ത്രിസഭയിൽ കടന്നപ്പള്ളി ഉണ്ടായിരുന്നു, അതിനു മുമ്പുള്ള ഉമ്മൻചാണ്ടി മന്ത്രിസഭയിൽ ഗണേഷ് കുമാർ ഉണ്ടായിരുന്നു, അതിനു മുമ്പുള്ള ആന്റണി മന്ത്രിസഭയിലും ആദ്യമായിട്ട് ഗണേഷ് കുമാർ LDF മന്ത്രിസഭയിൽ വരിക എന്നുള്ളതാണ്. അപ്പോൾ ഈ രണ്ട് മന്ത്രിസഭയിലും ഗണേഷ് കുമാറിൻ്റെതായിട്ടുള്ള കുറെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. KSRTC ഗണേഷ് കുമാർ തന്നെയാണ്. വനമന്ത്രിയായപ്പോൾ അദ്ദേഹം ചെയ്ത ഒരുപാട് ക്ഷേമ പ്രവർത്തനങ്ങളുണ്ട്. ഇതെല്ലാം നോക്കിക്കാണേണ്ടത്. ഇനി LDFിലേക്ക് വരുമ്പോൾ അത്രത്തോളം അദ്ദേഹത്തിന് സ്വാതന്ത്ര്യവും അദ്ദേഹത്തിന്റെ ആ ഒരു പ്രവർത്തന രീതിയിലൂടെ പ്രവർത്തനക്ഷമതയിലൂടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ എന്നുള്ളതാണ് ഇനി നോക്കുന്നത്. പിന്നെ അന്നത്തെ സാമ്പത്തിക സ്ഥിതി അല്ല ഇന്നത്തെ സാമ്പത്തിക സ്ഥിതി സർക്കാരിന്റെ. അപ്പൊ എത്രത്തോളം പൈസ മുടക്കാൻ പറ്റുന്നോ ഒന്നും നമുക്കിപ്പോൾ പറയാൻ പറ്റില്ല. എന്തായാലും പുള്ളിയുടെ KSRTCയിൽ നമുക്കറിയാം എക്സ്പീരിയൻസ് കാരണം ഒരുപാട് മാറ്റങ്ങൾ പുള്ളി കൊണ്ടുവന്നിട്ടുണ്ട്. എക്സ്പീരിയൻസ്ഡ് അല്ലാത്ത മന്ത്രിമാരാണ് ഇപ്പോൾ മന്ത്രിസഭയിലുള്ളത്. ഒരു മന്ത്രി യാത്ര അദ്ദേഹത്തിന്റെ നാടായ തെക്കോട്ട് വന്നപ്പോൾ വാസവൻ മന്ത്രി പല സ്ഥലങ്ങളിലും പിണറായി വിജയനെ ഇങ്ങനെ പൊക്കി പറയുന്നത് കേട്ടു. പാലഭിഷേകം പിണറായി വിജയനെ നടത്തുന്ന ആളുകൾ വരെയുണ്ട് എന്ന് പറയുന്നത് കേട്ടു. അങ്ങനെ പൊക്കി പറഞ്ഞുകൊണ്ട് നടക്കുന്ന മന്ത്രിമാരുടെ ഇടയിലേക്കാണ്, പൊക്കിപ്പറച്ചിലല്ല, ഉള്ള കാര്യം കൃത്യമായി ചെയ്യാം, ഉള്ള പ്ലാൻ ഉണ്ട് എന്ന് പറഞ്ഞു വരുന്ന ഒരു മന്ത്രിയാണ് KB ഗണേഷ് കുമാർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ അദ്ദേഹത്തിനൊരു തീയുണ്ട്. അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിലും അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളിലും ഒക്കെ ഒരു വ്യക്തതയുണ്ട്. ആ വ്യക്തത എത്രത്തോളം ഈ പിണറായി മന്ത്രിസഭയിലേക്ക് അദ്ദേഹം എത്തുമ്പോൾ, അദ്ദേഹം തന്നെ മുമ്പ് പറഞ്ഞിരുന്നു, ഒരു 6-7 മാസം മുമ്പ് പറഞ്ഞിരുന്നു, ഈ മന്ത്രി ഇപ്പോഴത്തെ സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് LDF യോഗത്തിൽ തുറന്നു പറഞ്ഞ ആളാണ് KB ഗണേഷ് കുമാർ. അപ്പൊ അന്ന് തന്നെ അദ്ദേഹം ഇനി ഒരിക്കലും മന്ത്രിയാവില്ല എന്ന് വേറൊരു പ്ലാറ്റ്ഫോമിൽ നിന്ന് ഞാൻ ചർച്ച ചെയ്തിട്ടുണ്ട്. അപ്പോൾ
പക്ഷെ അദ്ദേഹം മന്ത്രിയാവുകയാണ്. മന്ത്രിയാവുകയാണ്. അപ്പോൾ എത്രത്തോളം അദ്ദേഹത്തിന് പിടി വീഴും എന്നുള്ളതാണ് ഇനി കാണാനുള്ളത്. എത്രത്തോളം അദ്ദേഹത്തിന് പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യം. ഈ LDF UDF തമ്മിൽ കുറേയൊക്കെ വ്യത്യാസങ്ങളുണ്ടല്ലോ, ഘടനാപരമായിട്ടാണെങ്കിലും ഡിസിഷൻ എടുക്കുന്ന കാര്യത്തിലാണെങ്കിലും. പിന്നെ CPM എന്ന് പറയുന്നത് കോൺഗ്രസും തമ്മിലുള്ള വ്യത്യാസങ്ങളുണ്ട്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും എന്തായാലും KSRTCയിൽ ഒരുപാട് മാറ്റം വരാൻ മിക്കവാറും സാധ്യതയുണ്ട്. പിന്നെ അദ്ദേഹത്തിന് ഏതായാലും സാധാരണ മന്ത്രിമാരെ പോലെ എന്താ പറയുക, ഈ ഒരു മന്ത്രി പദവി അങ്ങനെ ഒരു സുഖിച്ചിരിക്കുന്ന ടൈപ്പാണെന്ന് ആവുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല അദ്ദേഹത്തിന്റെ ഒരു പ്രവർത്തന രീതി വെച്ചിട്ട്. എന്തുകൊണ്ട് ഈ 24-ാം തീയതി തന്നെ ഈ മന്ത്രിസഭാ പ്രഖ്യാപനം നടത്തി എന്നുള്ളതാണ് വേറൊരു കാര്യം. ഇത്രയും നാൾ നടത്താമായിരുന്നു, ഇനി അല്ലെങ്കിൽ ക്രിസ്മസും ന്യൂ ഇയർ ഒക്കെ കഴിഞ്ഞാവാമായിരുന്നു. ഒരു ക്രിസ്മസ് രാത്രി കൂടി ആന്റണി രാജുവിന് മന്ദിരത്തിലിരുന്ന് കേക്ക് മുറിക്കാനുള്ള സൗകര്യം പോലും കൊടുക്കാതെയാണ് പറഞ്ഞു വിടുന്നത്. ഇതിനൊക്കെ ഒരു ലക്ഷ്യമുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഈ യാത്ര അവസാനിച്ചപ്പോൾ യാത്രയെക്കുറിച്ചുള്ള വിവാദങ്ങളാണ് എല്ലായിടത്തും. ഈ ജീവകാരുണ്യ പ്രവർത്തകരുടെയും അതുപോലെ തന്നെ ഈ വാസവ മന്ത്രിയുടെ ഒക്കെ പോലെ തന്നെ ഒരുപാട് പേര് പാലഭിഷേകം ഇപ്പൊ ഇന്ന് മറ്റേ കോടതി കേസെടുക്കാൻ പറഞ്ഞിട്ടുള്ള ഗൺമാനെതിരെ, അതുപോലെ സ്കൂളാണ് 5 സ്റ്റാർ ഹോട്ടലാണെന്ന് കരുതി സ്കൂളിലേക്ക് കയറി വന്ന പാവം ഹതഭാഗ്യരുടെ കഥ പറഞ്ഞ വിദ്യാഭ്യാസ മന്ത്രി, ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ മന്ത്രി മുമ്പ് പഠിപ്പിച്ച കോളേജിന്റെ മുമ്പിൽ ഗവർണർക്കെതിരെയുള്ള വേവാത്ത പരിപ്പിന്റെ പോസ്റ്റർ, ഇതെല്ലാം ഇങ്ങനെ സമൂഹ മാധ്യമങ്ങളിലൂടെ ഓടിക്കളിക്കുകയാണ്. എല്ലാവരും ചിരിച്ച് അട്ടഹസിച്ച് സർക്കാരിൻ്റെ എതിരെ ഒരു കളിയാക്കലിലൂടെയെങ്കിലും വിമർശനം പറയുമ്പോഴാണ് അതിനെ ഒന്ന് മാറ്റുക എന്ന് വെച്ചാൽ. ഇനിയിപ്പോൾ ചർച്ച മാറി. ഇനിയിപ്പോൾ KB ഗണേഷ് കുമാർ മന്ത്രിയായാൽ എന്ത് സംഭവിക്കും? മുൻ പിണറായി സർക്കാരിൻ്റെ കാലത്തുണ്ടായിരുന്ന കടന്നപ്പള്ളി രാമചന്ദ്രൻ വീണ്ടും മന്ത്രിയാവുമ്പോൾ എന്തൊക്കെ മാറ്റങ്ങൾ ഉണ്ടാവും, അദ്ദേഹത്തിന് അതിനൊക്കെ സാധിക്കുമോ എന്നുള്ള ചർച്ചയിലേക്കൊക്കെ വന്ന് ഈ ചർച്ചയെ, ഇപ്പോൾ നിലവിലുള്ള ചർച്ചയെ വഴിമാറ്റി വിടാനുള്ള ഒരു ക്യാപ്സൂൾ കൂടിയാണ് വരുന്ന 2 മന്ത്രിമാരുടെ സത്യപ്രതിജ്ഞ എന്ന് കാണേണ്ടി വരും. മറ്റൊരു വിഷയവുമായി വീണ്ടും എത്താം. നന്ദി, നമസ്കാരം.